എൻ്റെ പേര് ജെസ്സി കബീർ, തൃശ്ശൂർ ജില്ലയിലെ പുന്നൂർക്കുളത്തു നിന്നാണ് വരുന്നത്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഇവിടുന്ന് ഇവർ തരുന്ന കിറ്റിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കാനാണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി നല്ലൊരു പായസം ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് കുറച്ച് അവിൽ വറുത്തെടുക്കാം. ഇത് നന്നായി വറന്ന് വന്നിട്ടുണ്ട്. ഒരു ഏത്തപ്പഴം എടുത്തിട്ട് 4 കീറിയിട്ട് ചെറുതാക്കി അരിയുക. പാൻ ചൂടാക്കിയിട്ട് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഈ പഴം നന്നായിട്ട് വഴറ്റണം. ഇത് ഒരു പകുതി വേവായി കഴിഞ്ഞാൽ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റുക. ഒരു 4 ടീസ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് കാരമൽ ചെയ്യുക. ഇതിലേക്ക് നമുക്ക് കാരമൽ ചെയ്ത പഞ്ചസാരയിലേക്ക് ഈ പകുതി വേവിച്ച പഴം ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. കൂടെ നമുക്ക് ഈ അവിൽ നന്നായിട്ട് വറുത്തത് കൈകൊണ്ട് പൊടിച്ചിട്ട് അവിലിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇത് മധുരം നമുക്ക് കുറവുണ്ട്, അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. പഴം ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പഴം നമുക്ക് മാറ്റി വെക്കണം, അത് ബോൾസാക്കി ഉണ്ടാക്കി അതിലിട്ട് കൊടുക്കാനാണ്. ഇതിലേക്ക് തേങ്ങാ പൗഡർ വെള്ളത്തിൽ കലക്കിയത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഏകദേശം നമുക്ക് പായസം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കിസ്മിസും നെയ്യിലും മൂപ്പിച്ചിട്ട് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ അവസാനത്തെ സെമി ഫൈനൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം എന്താ ചെയ്യുന്നത്? ബോൾസ് ഇത് ബനാന കാരമൽസ് ചെയ്ത് വിളയിച്ചിട്ട് അതിൽ നട്ട്സ് ഉള്ളിൽ വെച്ചിട്ട് കോക്കനട്ട് പൗഡർ ചേർത്തിട്ട് ബോൾസ് ആക്കിയിട്ട് നടുവിൽ നട്ട്സ് വെച്ചിട്ട് അത് ഇതിനകത്ത് ഇടും. അപ്പോൾ എന്തായിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്? ഇതിൻ്റെ ബാക്കി പഴം അവിൽ വറുത്ത് പാലിൽ തിളപ്പിച്ച് ഈ വിളയിച്ചതും ഇതിൽ ചേർത്ത് മിക്സ് ആക്കിയിട്ട് പാലിൽ നന്നായിട്ട് കുറുക്കിയെടുത്ത് എന്നിട്ട് കോക്കനട്ട് പൗഡർ പച്ച എല്ലാം യൂസ് ചെയ്തു ഇൻഗ്രീഡിയൻസ് അല്ലേ? എല്ലാം യൂസ് ചെയ്തോന്ന് വെച്ചാൽ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആവശ്യത്തിന്. ഇതിന് കോക്കനട്ട് മിൽക്ക് പൗഡർ പച്ചക്കാണ് ഒഴിച്ചിട്ടുള്ളത്, വേവിച്ചിട്ടില്ല. അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പശുപാൽ യൂസ് ചെയ്തോ? പശുപാലിലാണ് അവിലും ചെയ്തത്. അത് കട്ടി വന്നപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഒരു വെറൈറ്റി. അപ്പോൾ ഇതിങ്ങനെ ഈ റൗണ്ടിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം ആണ്. ശരിക്കൊരു നമുക്കൊരു പരിപാടി കണ്ടന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ റൗണ്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ക്രിയേറ്റിവിറ്റി ഒരു മത്സരം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് പലതും കൊണ്ടുവന്നിട്ട് ചെയ്യുമ്പോൾ അത് ഓരോരുത്തർക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. കാരണം പല വെറൈറ്റികളും നമുക്ക് നെറ്റിലും അതിലൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് കഴിഞ്ഞാൽ ഇത് ഇവിടെ വന്നിട്ട് മാത്രമേ നിമിഷം അത് 1 മണിക്കൂർ തന്നിട്ട് ഈ ഒരു സംഭവം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ക്രിയേറ്റിവിറ്റി തലയിലും വരണം. പിന്നെ അത് മാത്രമല്ല എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണ, അത് പല രുചികളിൽ വരുന്നു, പല ടേസ്റ്റിൽ വരുന്ന, പല ഇൻഗ്രീഡിയൻസ് ചേർക്കണ്. അപ്പോൾ അതിൽ ബെസ്റ്റ് ചെയ്ത് സെലക്ട് ചെയ്യുമ്പോൾ അതിനൊരു റിസൾട്ട് വേറെ തന്നെയാണ്. അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ മത്സരങ്ങളാണ്. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചാണ് ഞങ്ങൾ ഇതിട്ടിരിക്കുന്നത്. ഫൈനലും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഇറക്കി തീ ഓഫ് ചെയ്യാം. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറുത്ത് വെച്ച നട്ട്സും കിസ്മിസും ഇട്ട് കൊടുക്കാം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ നമുക്ക് ബോൾസ് റെഡിയാക്കി ഇടാനുണ്ട്, അത് ലാസ്റ്റ്. ഓരോന്നായിട്ട് ഇതിലിട്ട് കൊടുക്കാം. ഈ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പായസം റെഡി ആയിട്ടുണ്ട്.